സംശയമുള്ള ഭാഗത്ത് ആ കാണുന്നതാണ് ഈ ബൂമിൻ്റെ JCBയുടെ ഒക്കെ നമ്മൾ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെതൊക്കെ കാണുന്നത് പോലെ തന്നെയുള്ള കരങ്ങൾ അത് ഘടിപ്പിച്ചുകൊണ്ടുള്ള ബൂം എക്സ്കവേറ്റർ. അതിൻ്റെ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ വലിയ ഒരു യന്ത്രം കൂടി അവിടെ എത്തിക്കുന്നതോടുകൂടി യന്ത്ര സംവിധാനത്തോടെയുള്ള മണ്ണു നീക്കം കൂടുതൽ വേഗത്തിലാക്കാൻ കഴിയും. അങ്ങനെയാണത് പ്രവർത്തിപ്പിക്കുക. ഈ യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അതായത് വീൽഡ് എക്സ്കവേറ്ററാണിത്. ഈ വീൽഡ് എക്സ്കവേറ്റർ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതലായും കൂടുതൽ ദൂരത്തേക്ക് നീങ്ങി അതിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതായത് ഈ കടയുണ്ടായിരുന്ന ഭാഗം, അതിനപ്പുറത്ത് 10 മീറ്റർ മാറിയുള്ള ഭാഗം, അവിടെ നിന്നെല്ലാമുള്ള മണ്ണ് താഴേക്ക് പതിച്ചിട്ടുണ്ട്. ആ പതിച്ച ഭാഗത്തെ മുഴുവൻ മണ്ണും കോരി നീക്കാൻ ഈ എക്സ്കവേറ്റർ കൊണ്ട് സാധിക്കും. അതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ അവിടേക്ക് എത്തിക്കുന്നത്. ഒരു വലിയ മണ്ണുമാന്തി യന്ത്രം, അതാണ് എക്സ്കവേറ്റർ. നേരത്തെ നമ്മൾ കണ്ടത് JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ്, അല്ലെങ്കിൽ മണ്ണ് നീക്കമാണ്. ദീപക് മലയമ്മ നമുക്കൊപ്പമുണ്ട്. ദീപക് മലയമ്മ, ഇതൊരു ലോങ് ആം ഉള്ള മണ്ണുമാന്തി യന്ത്രമാണ്. ഈ എക്സ്കവേറ്റർ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ അതുവഴി അതിൻ്റെ ബക്കറ്റും എല്ലാം പരിശോധിക്കുമ്പോൾ വലിയ രീതിയിൽ ലാർജ് കപ്പാസിറ്റി മണ്ണ് നീക്കം സാധ്യമാകും, അല്ലേ? അങ്ങനെ തന്നെയാണ്. അതായത് കരയിൽ നിന്നുകൊണ്ട് തന്നെ നദിയിലേക്ക് വീണ് കിടക്കുന്ന മണ്ണ് പൂർണ്ണമായും നീക്കാൻ കഴിയുന്ന തരത്തിൽ അതിന്റെ ആമിന്റെ ലെങ്ത് ഉണ്ട്. അതായത് 60 അടിയോളം ദൂരത്തിലേക്ക് അതിന്റെ ബക്കറ്റ് എത്തുന്ന രീതിയിൽ ക്രമീകരണമുള്ള വെഹിക്കിളാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ബൂം എക്സ്കവേറ്റേഴ്സ് ആണ് ഇവിടേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ റോഡരികിൽ നിന്നതുകൊണ്ട് തന്നെ ആ നദിയുടെ ഉള്ളിലേക്ക് വീണിരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ നടുഭാഗത്തേക്ക് വീണിരിക്കുന്ന ആ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അധികൃതർ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുകയും ചെയ്തത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു എക്സ്കവേറ്റർ എത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. ഇനിയിപ്പോൾ ആവശ്യമെങ്കിൽ നാളെ ഒരു എക്സ്കവേറ്റർ കൂടി ആ അർത്ഥത്തിൽ എത്തിക്കാം എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇത് വഹിച്ചു വരുന്ന ലോറിക്ക് യന്ത്രത്തകരാർ സംഭവിച്ചതിനെ തുടർന്നാണ് ഇത്രയും സമയം ഇതിൽ വൈകിയത്. പക്ഷേ ഇപ്പോൾ ഏതായാലും എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ആ അപകടം നടന്ന മേഖലയിലേക്ക് എത്തിച്ച് അവിടെ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ രാവിലെ മുതൽ NDRF ഒക്കെ സെർച്ച് നടത്തുന്ന അതിന്റെ ഒരു വശത്ത് NDRF ഒക്കെ സെർച്ച് നടത്തുന്ന ആ പുഴയിലേക്ക് മണ്ണ് വീണ് കിടക്കുന്ന ആ ഒരു വശത്ത് കൃത്യമായി തന്നെ പരിശോധന നടത്താൻ കഴിയുമെന്ന് കരുതുകയും ചെയ്യുന്നു. അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ കൂടുതൽ വ്യക്തതകൾ വരുത്താൻ സാധിക്കും. കാരണം അതിന്റെ ഭൂമിന്റെ ലെങ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തതകൾ വരുത്താൻ നമുക്ക് സാധിക്കും. 60 അടി നീളം, 60 അടി നീളത്തിലേക്ക് അതിന്റെ ഈ കൈകൾ മണ്ണ് നീക്കാനുള്ള സൗകര്യങ്ങൾ ആ നിലയിലേക്ക് തന്നെയാണ് ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ലോങ് ബൂം എക്സ്കവേറ്റർ ആണ്. 60 അടി നീളത്തിൽ, അതായത് 60 അടി നീളത്തിൽ ആം എക്സ്റ്റെൻഡ് ചെയ്ത് മണ്ണ് കോരി മാറ്റുന്നതിന് ഈ എക്സ്കവേറ്ററിന് കഴിയും. മണ്ണ് മാത്രമല്ല, പാറകളായാലും മറ്റു വസ്തുക്കളായാലും അതൊക്കെ കുഴിക്കാനും ഒപ്പം ആ കിടക്കുന്ന ഇടത്ത് നിന്ന് എടുത്ത് കരയിലേക്ക് കൊണ്ടുവരാനും കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. അതായത് ഈ നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഒരു ബൂം, ആ ഒരു ബൂം സ്റ്റിക്ക് നമുക്ക് കാണാം. പിന്നെ ഒരു ബക്കറ്റ് അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന മണ്ണുമാന്തി യന്ത്രം പോലെ തന്നെയുള്ള ഒരു ബക്കറ്റ് ആ ആമിൻ്റെ അങ്ങേയറ്റത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ഒരു ഹൈഡ്രോളിക് സിസ്റ്റമാണ്. ആ ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് മണ്ണു നീക്കം. ആ പ്രദേശത്തേക്ക് ഈ വാഹനം എത്തിക്കുകയും അതവിടെ നിർത്തിയിടുകയും ചെയ്തതിന് ശേഷം ഈ ആം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഹൈഡ്രോളിക് സിസ്റ്റം വഴി അവിടെ കിടക്കുന്ന മണ്ണ് തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഖനന മേഖലയിലും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത് ഇതുപോലെയുള്ള എക്സ്കവേറ്ററുകളാണ്. അപ്പോൾ കിടങ്ങുകൾ കുഴിക്കാനും അങ്ങനെയൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട ഒരു സവിശേഷതകളുള്ള മണ്ണുമാന്തി യന്ത്രമാണ് ഇത്. അപ്പോൾ അവിടെ ഇപ്പോൾ അടിഞ്ഞു കിടക്കുന്നത് ഒരുപാട് ഖനത്തിലാണ് മണ്ണ് കിടക്കുന്നത്. അതിനിടയിൽ പാറക്കഷണങ്ങളടക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ മല മുഴുവൻ ഇടിഞ്ഞാണ് അവിടേക്ക് വീണത്. അതിന് പുറത്തേക്ക് കോരി മാറ്റിയ ഭാഗത്ത് മാത്രമാണ് മണ്ണുള്ളത്. താഴെ ഒരുപക്ഷെ പാറകളായിരിക്കാം, വലിയ പാറക്കഷണങ്ങളായിരിക്കാം. ഇതിപ്പോൾ അവിടേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഷിരൂരിലാണ് എത്തുന്നത്. ഈ ട്രാക്കുകളുടെ സ്ഥാനത്ത് ചക്രങ്ങളുമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. താഴെയുള്ള ചക്രങ്ങളും നമുക്ക് കാണാം. ആ ചക്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഒരേ തരത്തിൽ, അതായത് ഇത് എവിടെയാണോ നിർത്തിയിടുന്നത് ഒരേ തരത്തിലുള്ള ഒരു സ്ട്രെങ്ത് അവിടെ കൊടുക്കുന്നതിനായി കഴിയും. അങ്ങനെയുള്ള വീൽസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭൂപ്രദേശങ്ങളൊക്കെ സമതല പ്രദേശങ്ങളല്ല.